ഈ ഒരു വണ്ടി ഹീറോ ഒരു നോർമൽ രീതിയിൽ ഇറക്കാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. ഇനിയിപ്പം വണ്ടിയുടെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഹീറോ ഉള്ളവരുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് അവരൊന്നും വിട്ട് പറയുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഒരു വലിയൊരു ബോംബാണ് വരാനായിട്ടിരിക്കുന്നത് പ്രൈസിൻ്റെ കാര്യത്തിൽ. പക്ഷേ എക്സ്പൾസിലോട്ട് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ എടുത്തപ്പം അതിൻ്റെ ഒരു ഡ്രോബാക്ക് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഈ ഒരു വണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. RTX ഇറങ്ങിയ സന്തോഷത്തിൽ എല്ലാവരും എക്സ്പൾസ് വാങ്ങാതെ നേരെ പോയി RTX ബുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയും അതുപോലെ തന്നെ എക്സ്പൾസ് വാങ്ങിയവർ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ഹീറോ പറഞ്ഞു. ഒരു വണ്ടി ഉടൻ തന്നെ ലോഞ്ച് ആകാനായിട്ട് പോവുകയാണ്. സോ RTX വാങ്ങാൻ വരട്ടെ. കുറച്ച് നാളും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു സാധനത്തിൻ്റെ ഒരു റിപ്പോർട്ടും കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പം വണ്ടിയുടെ ഒരുവിധപ്പെട്ട സ്പെക്കും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഒരുവിധപ്പെട്ടതാണ്. എത്രത്തോളം കൺഫേം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 85% കൺഫേംഡ് ആണ്. എൻ്റെ ഒരു അസംഷനും അതുപോലെ തന്നെ ലീക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. സോ RTX ഒരു വലിയൊരു ബോംബാണ് സംഭവം. ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ വില കുറച്ച് ഇത്രയും ഹൈപ്പിൽ വന്ന് ഹിറ്റായിരിക്കുന്നത്. ഷോറൂമിലെങ്ങും വണ്ടി കൊടുക്കാൻ പോലും ഇല്ല, അത്രയ്ക്ക് ബുക്കിംഗ് ആണ് നിലവിൽ എല്ലായിടവും ആ ഒരു വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ എക്സ്പൾസിൻ്റെ കഥ കഴിഞ്ഞെന്ന് വിചാരിച്ചിരിക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, ഹീറോ ആണ് തീർച്ചയായിട്ടും എക്സ്പൾസിൻ്റെ 400cc വണ്ടി അടുത്തൊരു 1-2-3 മാസത്തിനുള്ളിൽ തന്നെ ഇറങ്ങാൻ പോവുകയാണ് എന്നാണ് നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സോ നമുക്ക് ആ ഒരു വണ്ടി എന്തൊക്കെ ആയിരിക്കും, ആ വണ്ടിയിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, പ്രൈസ്, ഇതൊക്കെ തന്നെ നമ്മൾ ഒരു വിശകലനം ഞാനന്ന് ജസ്റ്റ് ഒന്ന് നടത്താനായിട്ട് പോവുകയാണ്. ഹീറോ ഉള്ളവരുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് അവരൊന്നും വിട്ട് പറയുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഒരു വലിയൊരു ബോംബാണ് വരാനായിട്ടിരിക്കുന്നത് പ്രൈസിൻ്റെ കാര്യത്തിൽ. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എക്സ്പൾസ് 210 തന്നെ 160 റേറ്റ് വരുന്നുണ്ട്. അപ്പം ഈ 400cc വലിയ ഡിഫറൻസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ 210 തന്നെ അത് ബാധിക്കും. സോ ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ടാവുമോ എന്നുള്ളവരെ എനിക്ക് ഡൗട്ടുണ്ട്, ഇല്ലാതില്ല. എന്തായാലും ഞാൻ അതിൻ്റെ പ്രൈസ്, എനിക്ക് തോന്നിയൊരു പ്രൈസ് ഞാൻ പറയാം. എനിക്ക് തോന്നിയതല്ല, ചാൻസ് ഉള്ളത്. ഫസ്റ്റിൽ തന്നെ വണ്ടിയുടെ ആ ഒരു ലുക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, ലുക്കിൻ്റെ ആ ഒരു പേറ്റൻറ്റഡ് ഹീറോ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലുക്ക് സത്യത്തിൽ കണ്ടിട്ട് ഒരു 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 ടൂററായിട്ടാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒരു 400cc ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൻ്റെ കാറ്റഗറി വരുമ്പം പ്രോബബിളി എക്സ്പൾസ് 210 പോലെ ഒരു 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 60-50% ഓഫ് റോഡ് കേപ്പബിലിറ്റി കാണാൻ ചാൻസ് കുറവായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 400cc ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള അതിൻ്റെ ഒരു ബിഗ്ഗർ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടിക്ക് കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വണ്ടിയുടെ ആ ഒരു പിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ചെറിയൊരു അഡ്വഞ്ചർ ടൂറർ ലുക്കുണ്ട് വണ്ടിക്ക്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു എക്സ്പൾസ് റാലി 210 ഉണ്ടല്ലോ, ഇപ്പം അടുത്തിടയ്ക്ക് റാലി ഐക്മയിലൊക്കെ ലോഞ്ച് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്യുവർ ഓഫ് റോഡിങ് ട്രയൽസിന് വേണ്ടിയിട്ട് എക്സ്പൾസ് 210 ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടെ ബിഗ്ഗറായിട്ട് ടൂറിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എക്സ്പൾസിൻ്റെ ആ ഒരു അഡ്വഞ്ചർ DNAയിൽ ഒരു 400cc കൊടുക്കാനായിട്ട് പോകുന്ന ഒരു ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ബിഗ്ഗർ മോട്ടോർ സൈക്കിൾ പോലെ ഫീൽ ചെയ്തു. സോ എൻറ്റയർലി ഡിഫറെൻറ്റ്. നിങ്ങൾ വിചാരിക്കും എക്സ്പൾസ് 210 ഷാസിയിൽ 400cc പുതിയൊരെണ്ണം എഞ്ചിൻ വെക്കാനായിരിക്കുമെന്ന്. പക്ഷേ അല്ല, ഒരു പുതിയ ഷാസിയിലും പുതിയൊരു പ്ലാറ്റ്ഫോമിലും ആയിരിക്കും ഈ ഒരു വണ്ടി വരാനായിട്ട് പോകുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. കാരണം ഓൾറെഡി 440 ഹാർലിയുടെ ആ ഒരു എയർ കൂൾഡ് എൻജിൻ ഈ ഒരു 400cc എക്സ്പൾസിൽ വരും എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. പക്ഷേ അല്ല, ഒരു ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ബ്രാൻഡ് ന്യൂ 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന DOHC എൻജിൻ വരുന്ന ഒരു കലക്കാച്ചി ഐറ്റമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഏകദേശം ഒരു 38 to ഒരു 42 ആ ഒരു റേഞ്ചിൽ BHP നിൽക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. 210 എക്സ്പൾസ് തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 24.6 BHP കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ബ്രാൻഡ് ന്യൂ അഡ്വാൻസ് ടെക്നോളജി വരുന്ന ഈ ഒരു എൻജിൻ ഏകദേശം ഒരു 40 ആ ഒരു റേഞ്ചിലുള്ളൊരു BHP എങ്ങനെ പോലും നമുക്ക് പ്രതീക്ഷിക്കാം. 30-40 ആ ഒരു റേഞ്ചിൽ ടോർക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 4.2 ഇഞ്ചിൻ്റെ ഒരു കളർ TFT ഡിസ്പ്ലേ. എക്സ്പൾസ് 210 തന്നെ ഒരു മാന്യമായിട്ടുള്ള കിടിലൻ ഗ്രാഫിക്സ് ഉള്ളൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തതെങ്കിൽ ഈ ഒരു വണ്ടിയിൽ ഇട്ട് വരുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു TFT ഡിസ്പ്ലേ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഓൾറെഡി എക്സ്പൾസ് 210 നമുക്കൊരു 200 mm സസ്പെൻഷൻ ട്രാവൽ നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടിയിലോട്ട് വരുമ്പോൾ ഒരു 210 സസ്പെൻഷൻ ട്രാവലെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വെയിറ്റ് ഒരു വലിയൊരു ഘടകമാണ്.
എറൗണ്ട് ഒരു 170 അല്ലെങ്കിൽ 175 ആ റേഞ്ചിൽ വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്നാണ് ഇപ്പം നിലവിൽ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഡുവൽ ചാനൽ ABS, റൈഡിങ് മോഡ്സ്, റെയിന്, അർബന്, ഓഫ് റോഡ്, സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോൾ കാണും, സ്വിച്ചബിൾ ABS കാണും. പിന്നെ അതുപോലെ തന്നെ ട്യൂബ്ലെസ് സ്പോക്ക് വരും എന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ ഫുള്ളി LED ലൈറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ, കിക്ക് ഷിഫ്റ്റർ പോലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ ഒരു വണ്ടിയിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഒരു 15 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ്. അഡ്ജസ്റ്റബിൾ സസ്പെൻഷനൊക്കെ വരും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് റൂമേഴ്സിൽ കൂടെ അറിയാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അഡ്ജസ്റ്റബിൾ സസ്പെൻഷന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേ ബി കുറഞ്ഞേക്കാം. കാര്യം RTX എന്ന് പറഞ്ഞ ഒരു വണ്ടി ഇപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അഡ്വഞ്ചർ പ്രേമികൾക്കിടയിലോട്ട് വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഹീറോ ഒരു നോർമൽ രീതിയിൽ ഇറക്കാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. ഇനിയിപ്പം വണ്ടിയുടെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എൻജിൻ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു എൻജിൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു 400cc ഒരു കുറച്ചും കൂടെ ടൂറിങ് ഫോക്കസ് ചെയ്ത് ഒരു അഡ്വഞ്ചർ ലെവലിലോട്ട് ഈ ഒരു വണ്ടിയെ മാറ്റി എടുക്കാനായിട്ടായിരിക്കണം ഹീറോ കൂടുതലായിട്ടും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വൈഡർ ആയിട്ടുള്ള സീറ്റ് നമുക്ക് പില്ലിയനാണെങ്കിലും റൈഡറിനാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പറൈറ്റ് ആയിട്ടുള്ള നല്ലൊരു റൈഡിങ് പൊസിഷൻ, കുറച്ചും കൂടെ അപ്പറൈറ്റ് ആയിട്ടുള്ള ഒരു റൈഡിങ് ഹാൻഡിൽ ബാർ റൈസറൊന്നും വേണ്ടാത്ത ഒരു റൈഡിങ് പൊസിഷനും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഹീറോയുടെ ആ ഒരു ടിപ്പിക്കൽ എക്സ്പൾസിൻ്റെ ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹെഡ്ലൈറ്റ് ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു 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 ക്ലാസിക്കൽ ടച്ച് തോന്നിക്കുന്ന രീതിയിൽ ഒരു സെമി ഫെയറിംഗ് ഒക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഒരു അസംഷൻ മാത്രമാണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതൊരു ക്ലാസിക്കൽ ടച്ച് പോലെ, അതായത് ഒരു എന്താ പറയുക, BMW പഴയ ഒരു വണ്ടിയുണ്ട്, ഫണ്ടീറോ എന്ന് പറഞ്ഞിട്ടുള്ള, ഫണ്ടീറോ ആണെന്നാണോ എന്തോ, ആ ഒരു പഴയ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ രീതിയിലുള്ളൊരു സെമി ഫെയറിങ് വരുന്ന രീതിയിലുള്ള ഒരു സിംഗിൾ ഹെഡ് ലാമ്പ് വരുന്നൊരു വണ്ടിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് വരുമ്പം ഇനി നമുക്ക് എത്രത്തോളം ആകും എന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഹീറോ വലിയൊരു കംബാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹീറോ ആണെങ്കിലും TVS ആണെങ്കിലും ഈ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികൾ, അവരുടെ വണ്ടികളെന്ന് പറഞ്ഞാൽ വേറെ ലെവലിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹീറോയെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണുള്ളത്. മറ്റുള്ള ബ്രാൻഡുകൾ ഇപ്പം TVS RTX ഇറക്കി, സ്വന്തം കാലിൽ നിന്നുകൊണ്ട് RTX ഇറക്കിയെങ്കിലും ഹീറോ സ്വന്തം കാലിൽ നിന്നുകൊണ്ടാണ് ആദ്യമായിട്ടൊരു ലിക്വിഡ് കൂൾഡ് എൻജിൻ XMR 210 ആയിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു R&D ടീമിന് ഒരു വലിയ ഷൗട്ട് ഔട്ട് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു 400cc ഒക്കെ സ്വന്തമായിട്ടുള്ള ഒരു റിസർച്ചിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കിയെന്ന് പറയുമ്പം അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എക്സ്പൾസ് എടുത്ത ആൾക്കാർക്ക് തന്നെ വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സർവീസും അതുപോലെ തന്നെ എൻജിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസും ഹെഡ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. റിലയബിലിറ്റി വളരെ കുറവാണെന്നാണ് അറിയാൻ സാധിച്ചത്. XMR 210 വന്നപ്പം അത് ഒരു അധികം ഇറങ്ങാത്ത വണ്ടിയുണ്ട്, അധികം ആരും അറിഞ്ഞില്ല. പക്ഷേ എക്സ്പൾസിലോട്ട് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ എടുത്തപ്പം അതിൻ്റെ ഒരു ഡ്രോബാക്ക് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഈ ഒരു വണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊന്ന് തന്നെ ഉണ്ട്. കാരണം ഹീറോ ആണ് എക്സ്പൾസ് 200 ആദ്യമായിട്ട് 2019 ഇന്ത്യയിലോട്ട് ഇറക്കിയപ്പം ഈ ഒരു വണ്ടിയുടെ എൻജിൻ്റെ പ്രശ്നങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. ഹെഡ് പണിയാവുന്ന, സിലിണ്ടർ പണി, ക്രാങ്ക്, അങ്ങനെ മൊത്തത്തിൽ ആ ഒരു അടപടലം തോൽവി ഒരു എൻജിനായിരുന്നു അത്. പക്ഷേ ആൾക്കാർക്ക് അതിനോട് ഇഷ്ടമുണ്ട്. തീർച്ചയായിട്ടും 1,00,000 രൂപയ്ക്ക് താഴെ ആദ്യമായിട്ട് ഒരു ADV മോട്ടോർ സൈക്കിൾ ഇറക്കിയത് നമ്മുടെ ഹീറോ ആണ്. ഇമ്പൾസ് ഇറക്കിയെങ്കിലും അത് അന്നത്തെ കാലത്ത് ആൾക്കാരുടെ ടേസ്റ്റ് വേറെ ആയിരുന്നു. പക്ഷേ ഹിമാലയൻ വന്നൊരു തരംഗം സൃഷ്ടിച്ചെങ്കിലും ഹിമാലയൻ്റെ റേറ്റ് പറ്റാത്തവർക്ക് ഹീറോ എക്സ്പൾസ് വലിയൊരു ആശ്വാസമായിട്ട് തന്നെ കംപ്ലൈൻ്റ് ഒന്നും ആരും അധികം മൈൻഡ് ചെയ്തില്ല. എല്ലാവരും വണ്ടി എടുത്ത് കൂട്ടുകയാണ്. കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആൾക്കാർ ഇങ്ങനെ എടുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എൻജിൻ അവർക്ക് ഡെവലപ്പ് ചെയ്ത് അത് ഫിക്സ് ചെയ്യേണ്ട ഒരു നിർബന്ധിതരായി. അങ്ങനെ അവസാനം 4 വീലൊന്നും അത്ര വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ പഴയ 200 എൻ്റെ ഇരിക്കുന്ന മോഡൽ 200 4 വീക്കൊന്നും. അതുകൊണ്ട് തന്നെ ആദ്യ ബാച്ച് എടുക്കുന്ന ആൾക്കാർക്ക് പണി കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇനി 421 വരുമ്പോൾ ഒരു മാക്സിമം അത് ഒപ്റ്റിമൈസ് ചെയ്ത് ഇറക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. എന്നിരുന്നാലും പണി വരാൻ നമ്മുടെ യമഹായോ ഹോണ്ടയോ പോലെ ആദ്യ ബാച്ചിലുള്ള വണ്ടികൾക്ക് തന്നെ സെയിം ക്വാളിറ്റി കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ബട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മോഡലാണ്. ഇനിയിപ്പോൾ എത്ര കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും 5 വർഷത്തെ വാറൻറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ ഹീറോ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയ്ക്കുള്ള വലിയൊരു വകുപ്പാണ് ഈ ഒരു വണ്ടി. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അഡ്വഞ്ചർ സെഗ്മെൻറ്റിലെ ഒരു വലിയൊരു ഘടകമാണ് വരാനായിട്ട് പോകുന്നത്. സോ വെയിറ്റ് ചെയ്യും.
നിങ്ങൾ ആർ ടി എക്സിനോട് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ ആർ ടി എക്സ് എടുക്കാം. തീർച്ചയായിട്ടും ആർ ടി എക്സ് വലിയൊരു വാല്യൂ ഫോർ മണി തന്നെയാണ്. എടുക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടമോ വരുത്തില്ല. സ്റ്റിൽ ഇപ്പം ഭരിക്കുന്നത് ആർ ടി എക്സ് ആണ്. ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ മേ ബി നമുക്ക് ഈ ഒരു എക്സ്പൾസ് 400ൻ്റെ റേറ്റ് എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നത് ഒരു എന്തായാലും ആർ ടി എക്സിൻ്റെ അത്രയും വരാനുള്ള ചാൻസസ് ഇല്ല. പക്ഷേ ഹീറോ ആയതുകൊണ്ട് നമുക്ക് ഒരു ഹീറോയിൽ നിന്ന് നമ്മൾ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു കില്ലിങ് പ്രൈസിലാണ് വരാനായിട്ട് പോകുന്നതെന്നും കൂടെ നമുക്കൊരു അറിവും കൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കാര്യക്ഷേപ്പാട് പറയാനാണെങ്കിൽ 2 ലക്ഷത്തിന് താഴെ ആർ ടി എക്സ് ഇറക്കിയതുപോലെ ഇറക്കാനുള്ള ചാൻസസ് കുറവാണ്. ബട്ട് എന്നിരുന്നാലും ഒരു 30,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ കൂടുതൽ കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വാല്യൂ ഫോർ മണി ഡീലായിട്ട് നമുക്ക് ഒരു 30 രൂപ 40 രൂപ അഡീഷണൽ കൊടുത്താൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഒരു ടൂറിങ് പ്ലസ് ഒരു ഓഫ് റോഡിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വണ്ടി വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഇനി ഉള്ള ഫെബ്രുവരിയിലേക്ക് വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വണ്ടിയുടെ ലോഞ്ച്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും.